നമസ്കാരം. ഇന്നത്തെ തീർത്ഥയാത്ര തൃക്കൊടിത്താനം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ്. ഇവിടെ മഹാവിഷ്ണുവിനെ കൂടാതെ പ്രധാന ദേവതയായിട്ട് നരസിംഹമൂർത്തിയുണ്ട്. അതിവിശേഷപ്പെട്ട ക്ഷേത്രമാണ്. നമുക്ക് ക്ഷേത്രത്തിൻ്റെ പൂർണ്ണ ദൃശ്യങ്ങളിലേക്കും പൂർണ്ണ ഐതിഹ്യങ്ങളിലേക്കും കിടക്കാം. നമസ്കാരം. തീർത്ഥയാത്ര എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര തൃക്കൊടിത്താനം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ്. അനന്തശയനനായ നാരായണൻ, ഭക്തരുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുന്ന ദിവ്യ ചൈതന്യം, കാലങ്ങളെയും കഥകളെയും മറികടന്ന് നിലകൊള്ളുന്ന ദൈവ സാന്നിധ്യത്തിന്റെ മഹിമയറിയാൻ നമുക്ക് യാത്ര പോകാം. ഇന്നത്തെ തീർത്ഥയാത്ര നമ്മെ എത്തിക്കുന്നത് പുണ്യഭൂമിയായ കേരളത്തിലെ മഹത്തായ ക്ഷേത്രങ്ങളിലൊന്നായ തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ്. കേരളത്തിൽ ചെങ്ങന്നൂരിനും ചങ്ങനാശ്ശേരിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രം ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ദിവ്യ സാന്നിധ്യം നിറഞ്ഞ സ്ഥലം. ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ മഹാവിഷ്ണുവാണ്. അതോടൊപ്പം തുല്യ പ്രാധാന്യത്തോടെ നരസിംഹമൂർത്തിയും ഇവിടെ വിരാജിക്കുന്നുണ്ട്. ഉപദേവതകളായി ഗണപതി, ദക്ഷിണാമൂർത്തി, ശാസ്താവ്, സുബ്രഹ്മണ്യൻ, ഭദ്രകാളി, നാഗദേവതകൾ, രക്ഷസുകൾ എന്നിവരും വിരാജിക്കുന്നു. ഈ ക്ഷേത്രം പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. യുധിഷ്ഠിരൻ പ്രതിഷ്ഠിച്ചു എന്ന് കരുതുന്ന ചെങ്ങന്നൂർ തൃച്ചിറ്റാറ്റു ക്ഷേത്രം, ഭീമൻ പ്രതിഷ്ഠിച്ചു എന്ന് കരുതുന്ന തൃപ്പുലിയൂർ ക്ഷേത്രം, അതേപോലെ തന്നെ അർജുനൻ പ്രതിഷ്ഠിച്ചു എന്ന് കരുതുന്ന തിരുവാറന്മുള ക്ഷേത്രം, കൂടാതെ നകുലൻ ആരാധിച്ചിരുന്ന തിരുവൻവണ്ടൂർ ക്ഷേത്രം, സഹദേവൻ ആരാധിച്ചിരുന്ന തൃക്കൊടിത്താനം ക്ഷേത്രം, തൃച്ചിറ്റാറ്റ് ക്ഷേത്രം, തൃപ്പുലിയൂർ ക്ഷേത്രം, തിരുവാറന്മുള, തിരുവൻവണ്ടൂർ എന്നീ ക്ഷേത്രങ്ങളെ കുറിച്ചൊക്കെ നാം വീഡിയോകൾ ചെയ്തിരുന്നു. അതുകൂടാതെ പാണ്ഡവൻ പാറയിൽ എത്തി വസിച്ചതിന്റെ, അജ്ഞാതവാസക്കാലത്ത് വസിച്ചതിന്റെ സ്മാരകമായി ഇന്ന് നിലനിൽക്കുന്ന പാണ്ഡവൻ പാറയും അവിടുത്തെ ക്ഷേത്രത്തിന്റെ വിശേഷവും ഒക്കെ കഴിഞ്ഞ വർഷം വീഡിയോയിൽ നാം ഉൾപ്പെടുത്തിയിരുന്നു. ആ വീഡിയോകളൊക്കെ കണ്ടിട്ടില്ലാത്തവർ കാണുക. അതേപോലെ തന്നെ കുന്തി ദേവി ആരാധിച്ച് പ്രതിഷ്ഠിച്ചത് എന്ന് കരുതപ്പെടുന്ന പാണ്ഡവർകാവ് ദേവി ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ വരും ദിവസങ്ങളിൽ നാം അവതരിപ്പിക്കുന്നുണ്ട്. പഞ്ചപാണ്ഡവീയ ക്ഷേത്രം എന്നുള്ള നിലയിൽ വളരെ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം. ഈ ദിവ്യദേശത്തിന്റെ മഹിമ ആഴ്വാന്മാർ പാടി പുകഴ്ത്തിയിട്ടുണ്ട്. 108 ദിവ്യദേശങ്ങളിൽ ഇതും ഉൾപ്പെടുന്നു. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം, വിശ്വാധാരം ഗഗനസദൃശം, മേഘവർണം ശുഭാംഗം, ലക്ഷ്മീകാന്തം കമലനയനം, യോഗിഭിർ ധ്യാനഗമ്യം, വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. നമുക്ക് ഇവിടുത്തെ ഐതിഹ്യം ഒന്ന് പരിശോധിക്കാം. പാണ്ഡവർ ദ്രൗപദിയോടൊപ്പം തീർത്ഥയാത്ര നടത്തുമ്പോൾ തങ്ങളുടെ ആരാധ്യ ദേവതകളെ പ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ചു. യുധിഷ്ഠിരൻ തൃച്ചിറ്റാറ്റും, ഭീമൻ തൃപ്പുലിയൂരും, അർജുനൻ തിരുവാറന്മുളയിലും, നകുലൻ തിരുവൻവണ്ടൂരിലും പ്രതിഷ്ഠകൾ നടത്തി. എന്നാൽ സഹദേവന് വിഗ്രഹം പ്രതിഷ്ഠിക്കാനായിട്ട് ലഭിച്ചില്ല. ആ വേദനയിൽ സഹദേവൻ ആത്മത്യാഗത്തിന് തയ്യാറായി. ആ സമയത്ത് അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ട് വിഷ്ണുവിന്റെ ഒരു ദിവ്യ വിഗ്രഹം നൽകുകയുണ്ടായി. അങ്ങനെ സഹദേവൻ തൃക്കൊടിത്താനത്ത് പ്രതിഷ്ഠ നടത്തിയതാണ് ഈ കാണുന്ന ക്ഷേത്രം. അതോടൊപ്പം തന്നെ രുക്മാംഗദന്റെ കഥയും ക്ഷേത്രത്തിന്റെ കഥയുമായി ബന്ധപ്പെട്ടുണ്ട്. സൂര്യവംശ രാജാവായ രുക്മാംഗദൻ ധർമ്മനിഷ്ഠനും ഭക്തനുമായിരുന്നു. നാരദമുനി എത്തിയപ്പോൾ പുഷ്പഹാരം അണിയിച്ച് ആദരിക്കുകയുണ്ടായി.
ആ ഹാരം കണ്ട ഇന്ദ്രൻ അതേ പൂക്കൾ കൊണ്ടുവരാൻ ഭടന്മാരെ അയച്ചു. എന്നാൽ വെള്ളുള്ളിയുടെ സമാനമായിട്ടുള്ള ഗന്ധം ദേവന്മാരുടെ ശക്തി ക്ഷയിപ്പിച്ചു. അന്ന് ഏകാദശിയായിരുന്നു. ഭക്തന്റെ വ്രതപുണ്യം മാത്രമേ രക്ഷയാകൂ എന്ന് അരുളപ്പാടുണ്ടായി. ഒരു സാധു സ്ത്രീയുടെ അറിയാതെയുള്ള ഏകാദശി വ്രതം ദേവന്മാരെ മുഴുവനായി രക്ഷിച്ചു. ഇവിടുത്തെ ഈ കഥയിലൂടെ ഭഗവാൻ നമ്മെ ഏകാദശിയുടെ മഹിമ കൂടി പഠിപ്പിക്കുന്നു. എണ്ണമില്ലാ ജനങ്ങൾക്കപ്പുറം എന്നെ നീ ചേർത്തിയിടുന്ന നാഥ, തൃക്കൊടിത്താനത്ത് താങ്ങായോൻ എൻ ഹൃദയം നീ നിറയ്ക്കണമേ. ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം. വൃശ്ചികം 10 ദിവസത്തെ കൊടിയേറ്റമുണ്ട്. തൃക്കാർത്തിക ദീപമഹോത്സവമുണ്ട്. ചിങ്ങമാസത്തിൽ അഷ്ടമി രോഹിണിയുണ്ട്. വൈശാഖ മാസത്തിൽ നരസിംഹ ജയന്തിയും ഇവിടെ വിപുലമായി ആഘോഷിക്കുന്നു. ഇവിടെ ഒരു അത്ഭുത സ്തൂപമുണ്ട്. ക്ഷേത്രക്കുളത്തിനരികിൽ 6 അടി ഉയരമുള്ള കരിങ്കൽ സ്തൂപം. ചെമ്പകശ്ശേരി രാജാവ് അഹങ്കാരത്തോടെ ക്ഷേത്രത്തിൽ കടന്നപ്പോൾ അവിടെ തന്നെ വീണു മരിക്കുകയുണ്ടായി. ദൈവത്തിന്റെ മുമ്പിൽ അഹങ്കാരം നാശം വരുത്തി വെക്കുമെന്നുള്ള സന്ദേശം ഈ കഥയിലൂടെ നമുക്ക് കാണാം. മറ്റൊരു കഥയും ഇതോടനുബന്ധിച്ചുണ്ട്. മാരാരോട് ശങ്കൂതാൻ രാജാവ് പറയുകയുണ്ടായി. അഹങ്കാരം അവിടെ ഉണ്ടാകുകയും അതുമൂലം ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. ഈ കഥകളെല്ലാം ദൈവം ന്യായത്തിന്റെ ഭാഗത്താണ് എന്ന് നമ്മെ ഉപദേശിച്ചു തരുന്നു. ഈ കഥകളിലൂടെ ചെമ്പകശ്ശേരി രാജാവിന്റെ അഹങ്കാരം ശമിച്ചതുമായിട്ടുള്ള കഥയും അഹങ്കാരമില്ലാത്ത ഭക്തിയിലൂടെയാണ് ഭഗവാനെ പ്രാപ്തമാക്കേണ്ടത് എന്നുള്ള സൂചനയുമാണ് ഈ സ്തൂപം ഇവിടെ ക്ഷേത്രത്തിന് മുമ്പിലായിട്ട് സ്ഥാപിച്ചതിന്റെ ഉദ്ദേശം. പുരാതന കാലത്ത് മുതൽ നിലനിൽക്കുന്നതാണ് ഈ കരിങ്കൽ സ്തൂപം. ഒരു വ്യക്തി സ്തൂപത്തിന് മുകളിൽ മലർന്നു കിടക്കുന്നതായിട്ടാണ് രൂപം. മറ്റെങ്ങുമില്ലാത്ത ഒരു പ്രത്യേകതയാണ് ഇപ്രകാരം ഈ ക്ഷേത്രത്തിലുള്ളത്. ഭക്തരുടെ കണ്ണീരിൽ കുളിച്ച കരുണാമയനായ നാരായണ, തൃക്കൊടിത്താനത്ത് താങ്ങായി നിൽക്കുന്ന നിന്റെ കൃപ ഒന്നു മാത്രം മതി. ഇന്നത്തെ തീർത്ഥയാത്രയിൽ നാം കണ്ടത് വെറും ഒരു ക്ഷേത്രമല്ല, ഒരു വിശ്വാസത്തിന്റെ ചരിത്രമാണ്, ഒരു ഭക്തിയുടെ ആത്മാവാണ്. തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം നമ്മുടെ ജീവിതത്തിലും ദൈവാനുഗ്രഹത്തിന്റെ പ്രകാശം വിതറട്ടെ. നാരായണ നാരായണ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ഓൾ എന്ന് എനേബിൾ ചെയ്യുക. ഇനി വരുന്ന തീർത്ഥയാത്രകളിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം. ഹരി ഓം തത് സത്.